ചേലക്കരയിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തോൽവിയിൽ കോൺഗ്രസിനുള്ളിൽ തർക്കം രൂക്ഷമാകുന്നു. ചേലക്കര തോൽവി നേതാക്കളുടെയും കോൺഗ്രസ് നേതൃത്വം ചോദിച്ചു വാങ്ങിയതെന്നുമാണ് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ വ്യക്തമാക്കുന്നത്. ചേലക്കര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് കടുത്ത വിമർശനവും തർക്കവും ഉയർന്നിരിക്കുന്നത്. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിന്റെ ശോഭ കെടുത്താനേ രമ്യ ഹരിദാസ് ഉപകരിച്ചുള്ളൂ എന്നും ചേലക്കര തോൽവി നേതാക്കളും കോൺഗ്രസ് നേതൃത്വവും ചോദിച്ചു വാങ്ങിയ അടിയാണെന്നും കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ വ്യക്തമാക്കുന്നു. ചേലക്കര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇത്തരത്തിൽ കടുത്ത വിമർശനവും തർക്കവും വ്യാപകമായിരിക്കുന്നത്. കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കി പെരുമാറണമായിരുന്നു. രമ്യ ഹരിദാസിനെ 5 വർഷം പരിചയമുള്ള ഓരോ കോൺഗ്രസുകാർക്കും നിഷ്പക്ഷരായിട്ടുള്ള ഓരോ വോട്ടർമാർക്കും അംഗീകരിക്കാനാവുന്നതല്ല. ആലത്തൂർ MP ആയിരുന്ന സമയത്ത് രമ്യ ഹരിദാസ് മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, മണ്ഡലത്തിൽ ഒരു പരിപാടികളിലും പങ്കെടുത്തിട്ടില്ല. കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തെയും പ്രവർത്തകരെയും അവഗണനയോടെയാണ് രമ്യ ഹരിദാസ് കണ്ടിരുന്നത്. അതിന് ചേലക്കരയിലെ വോട്ടർമാർ നൽകിയ തിരിച്ചടിയാണ് ഈ പരാജയം. ഒരിടത്ത് തോറ്റ പാർട്ടിയെ തന്നെ മറ്റൊരിടത്തുമില്ലാത്ത തരത്തിൽ അപമാനിച്ച ഒരു സ്ഥാനാർത്ഥിയായിരുന്നു രമ്യ ഹരിദാസ്. ചേലക്കര സ്ഥാനാർത്ഥിയായി രമ്യ ഹരിദാസ് വരുന്നു എന്ന് അറിഞ്ഞ ആ നിമിഷം മുതൽ തന്നെ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു കോൺഗ്രസ് ചേലക്കരയിൽ പരാജയപ്പെടുമെന്നും പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം വാട്സാപ്പിൽ പ്രതികരിക്കുന്നു. ജയിച്ചു കഴിഞ്ഞാൽ ചേർത്ത് നിർത്തിയ പ്രവർത്തകരോടും നാട്ടിലെ ജനങ്ങളോടും ഏതു തരത്തിൽ പെരുമാറണമെന്ന് അറിയാത്ത അഹങ്കാരിയാണ് രമ്യ ഹരിദാസ്. 10 വർഷം ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി നല്ലവണ്ണം പണിയെടുപ്പിച്ച ഒരു സ്ഥാനാർത്ഥിയാകാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിപ്പിച്ച് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തിയതിനു ശേഷം ധൃതി വയ്ക്കാതെ പതുക്കെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി രമ്യയെ പരീക്ഷിക്കാവുന്നതാണെന്നും വാട്സാപ്പ് കൂട്ടായ്മയിൽ കോൺഗ്രസ് നേതാക്കൾ വിമർശിക്കുന്നുണ്ട്. ചിന്തിക്കാൻ KPCCക്കും DCCക്കും ബ്ലോക്ക് കമ്മിറ്റിക്കും മണ്ഡലം കമ്മിറ്റിക്കും ഉണർവുണ്ടാകട്ടെ ഈ രണ്ടാം തോൽവിയെന്നും കൂട്ടായ്മ ഓർമ്മപ്പെടുത്തുകയാണ്. സുനിൽ അരുമാനൂർ, കൈരളി ന്യൂസ്, തൃശൂർ.